പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആരോപണ വിധേയനായ ലോക്നാഥ് ബെഹ്റ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. പത്മജിയുടെ BJP പ്രവേശനത്തിനു പിന്നിൽ ലോക്നാഥ് ബെഹ്റയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യ വെടിപൊട്ടിച്ചത്. പിന്നാലെ K മുരളീധരനും KPCC പ്രസിഡന്റ് K സുധാകരനും ഇതേ ആരോപണവുമായി രംഗത്തെത്തി. ഇന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചു. കൊച്ചിയിലെ ഒരു പ്രമുഖ വസ്ത്രവ്യാപാരശാലയുടെ ഉടമയെ നരേന്ദ്രമോദിയിലെ തൃശൂരിലെ പരിപാടിയിലെത്തിച്ചത് ബെഹ്റയാണെന്ന് കോൺഗ്രസ് നേതാവ് ടോണി ചമണിയും ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്ക്. ഇപ്പോഴും പിണറായി വിജയൻ്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. പക്ഷേ ബെഹ്റ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ഇല്ല, ഇത് ബേസ്ലെസ്. ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റാണ്. പിന്നെ പോട്ടെ. എന്താ കാരണം ഇങ്ങനെ ഒരു സാറിന് വാസ്തവത്തിൽ ഈ മോഡി അമിത്ഷാ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി കമന്റ് ബിക്കോസ് എ പൊളിറ്റിക്കൽ മാറ്റർ. അപ്പോൾ ഞാൻ അതില്ലേ ഈ മാത്രം പറയാം, ദീസ് ആർ ഓൾ റോങ്. ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല. പിന്നെ ഈ കൊച്ചിയിലെ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാര ഉടമയെ നരേന്ദ്രമോദിയുടെ ഐ ഡോണ്ട് ഫോളോ എനിത്തിങ് കേട്ടോ. ഇതൊരു പൊളിറ്റിക്കലാണോ, ഇനി സാറിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് ആരെങ്കിലും പിന്നിൽ കളിക്കുന്നതാണോ? എന്തായാലും ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. NIA തലവൻ വരെയായിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ ദില്ലി മുതലുള്ള ബന്ധങ്ങൾ ചെറുതല്ല. K കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സമയത്ത് പനമ്പള്ളി നഗറിലെ വീട്ടിൽ ലോക്നാഥ് ബെഹ്റ നിത്യസന്ദർശകനായിരുന്നു എന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പൊടി തട്ടിയെടുക്കുന്നുണ്ട്. CPMന്റെയും BJPയുടെയും ഉന്നത നേതാക്കളെ ഒരേ തലത്തിൽ ഡീൽ ചെയ്യാൻ കഴിയുന്ന ബെഹ്റ പക്ഷേ ഈ ആരോപണങ്ങളെയൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല. ക്യാമറാമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.